നമ്മളിന്നിവിടെ നോക്കാൻ പോകുന്നത് ഈ തിയറമാണ്. ഈ തിയറത്തിൽ പറയുന്നത് ഒരു സിമ്പിൾ ഗ്രാഫിനെ കുറിച്ചിട്ടാണ്. നമ്മൾ എന്തുകൊണ്ടാണെന്നറിയോ സിമ്പിൾ ഗ്രാഫിൻ്റെ ഹാമിൽട്ടോണിയൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്? നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് ഒരു ഗ്രാഫ് ഹാമിൽട്ടോണിയൻ ആണെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷനാണ് അതിൽ അണ്ടർലൈ ചെയ്യുന്ന സിമ്പിൾ ഗ്രാഫ്. ഏത് ഗ്രാഫും ആവട്ടെ അതിൻ്റെ ഉള്ളിലുള്ള സിമ്പിൾ ഗ്രാഫ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ സിമ്പിൾ ഗ്രാഫ് ഹാമിൽട്ടോണിയൻ ആയിരിക്കണം. ഈ ഒരു കൺസെപ്റ്റിനെ പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ സിമ്പിൾ ഗ്രാഫിൻ്റെ ഹാമിൽട്ടോണിയനെ കുറിച്ച് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ ഒരു സിമ്പിൾ ഗ്രാഫ് ഹാമിൽട്ടോണിയൻ ആവണമെന്നുണ്ടെങ്കിൽ അവർ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഏതാണത്? അതിൽ അറ്റ്ലീസ്റ്റ് 3 വേർട്ടീസസ് എങ്കിലും വേണം അല്ലേ. പിന്നെ അതിലുള്ള ഓരോ വേർട്ടീസസും എടുത്തിട്ട് അതിലേറ്റവും മിനിമം ഡിഗ്രി എന്ന് പറയുന്നത് നമ്മുടെ മുഴുവൻ വേർട്ടീസസിൻ്റെ പകുതിയേക്കാളും കൂടുതലോ ഈക്വലോ ആയിരിക്കണം അല്ലേ. ഡെൽറ്റ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു v/2. നമുക്കിത് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കോൺട്രഡിക്ഷൻ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. കോൺട്രഡിക്ഷൻ മെത്തേഡ് എന്ന് പറയുമ്പോൾ P ഇംപ്ലൈസ് Q എന്നതിന് പകരം നമ്മൾ നെഗേഷൻ Q ഇംപ്ലൈസ് നെഗേഷൻ P എന്നുള്ള മെത്തേഡ് അല്ലേ. അപ്പോൾ ഇവിടെ നെഗേഷൻ Q എന്ന് പറയുമ്പോൾ നമുക്ക് G ഹാമിൽട്ടോണിയൻ എന്ന Q പറയുന്നത്, അതിന് പകരം എന്ത് പറയും? G ഹാമിൽട്ടോണിയൻ അല്ല എന്നുണ്ടെങ്കിൽ ഈ കണ്ടീഷൻ്റെ കോൺട്രഡിക്ഷൻ കിട്ടും. അതേതാ നമുക്കിവിടെ കിട്ടുന്നതെന്നറിയോ? ഈ ഒരു കണ്ടീഷനാണ് കിട്ടുന്നത്. ഇതെന്ന് പറയുമ്പോൾ 2 വേർട്ടെക്സിൻ്റെ ഡിഗ്രി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇത് പ്രകാരം എങ്ങനെയാണ് വരിക? ഇത് പ്രകാരം 2 വേർട്ടെക്സിൻ്റെ ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ V അല്ലേ വരേണ്ടത്. നമുക്കിവിടെ എന്താ കിട്ടുക? ലെസ് ദാൻ V എന്നാണ് കിട്ടുക അല്ലേ. v/2 + v/2 ഇപ്പോൾ V അല്ലേ വരിക. അപ്പോൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് പ്രൂവ് ചെയ്യുന്നത്. അതിനാദ്യം തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതിലൊന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നോൺ ഹാമിൽട്ടോണിയനാണ് നമ്മുടെ ഗ്രാഫ് എടുക്കുന്നത്. അപ്പോൾ ഈ ഗ്രാഫ് എപ്പോഴെങ്കിലും ഒരു കംപ്ലീറ്റ് ഗ്രാഫ് ആവോ? ഇല്ല. ഇപ്പോൾ ഇതൊക്കെ എന്താണ്? ഞാൻ ഈ വരയ്ക്കുന്നതൊക്കെ കംപ്ലീറ്റ് ഗ്രാഫുകളാണ്. ഇത് 4 വേർട്ടെക്സിലൊരു കംപ്ലീറ്റ് ഗ്രാഫ്, ഇത് 5 വേർട്ടെക്സുള്ളൊരു കംപ്ലീറ്റ് ഗ്രാഫ്. ഇതിലൊക്കെ എനിക്ക് ഹാമിൽട്ടോണിയൻ കാണാൻ പറ്റും. ഹാമിൽട്ടോണിയൻ സൈക്കിൾ എന്ന് പറയുമ്പോൾ എല്ലാ വേർട്ടീസസിനെയും ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുക? ഒരു സൈക്കിൾ വരയ്ക്കാൻ പറ്റുക. ഈ ഗ്രാഫിലൊക്കെ എനിക്ക് അങ്ങനെ വരയ്ക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഹാമിൽട്ടോണിയനാണ് അല്ലേ, ഹാമിൽട്ടോണിയനാണ്. അപ്പോൾ ഒരിക്കലും നമ്മൾ ഇവിടെ എടുക്കുന്ന ആൾക്കാരെന്തല്ല, കംപ്ലീറ്റ് ഗ്രാഫല്ല, അതിൽ സംശയമില്ലല്ലോ. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് അറിയോ? നമുക്ക് കോൺട്രഡിക്ഷൻ കിട്ടണം അല്ലേ. അപ്പം നമ്മൾ ഹാമിൽട്ടോണിയൻ ആവണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഒരു നോൺ ഹാമിൽട്ടോണിയൻ സൈക്കിളാണ്, ഞാനത് ഹാമിൽട്ടോണിയൻ ആക്കാൻ വേണ്ടിയിട്ട് 2 വേർട്ടെക്സ് ഞാൻ ഇവിടുന്ന് എടുക്കുകയാണ്. ഏതൊക്കെ? UV എന്ന് ഞാൻ അതിന് പേര് കൊടുക്കുകയാണ്. ഇവരെ തമ്മിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഹാമിൽട്ടോണിയൻ സൈക്കിൾ ഉണ്ടാവുമെന്ന് ഞാൻ അസ്യൂം ചെയ്യുന്നു. ഓക്കെ. ആ ഹാമിൽട്ടോണിയൻ്റെ സൈക്കിളിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് എന്താ? ഒരു ഹാമിൽട്ടോണിയൻ ഒരു ഹാമിൽട്ടോണിയൻ പാത്ത് അവിടെ ഉണ്ടാവുമെന്ന് ഞാൻ അസ്യൂം ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഏത് ഹാമിൽട്ടോണിയൻ സൈക്കിൾ ഞാൻ ഇതിൽ നിന്ന് എടുക്കുകയാണെങ്കിലോ, ഹാമിൽട്ടോണിയൻ സൈക്കിൾ ആദ്യം നമ്മുടെ ഗ്രാഫിലില്ലായിരുന്നു അല്ലേ. അപ്പോൾ ഞാൻ ഈ ഒരു എഡ്ജിനെ ആഡ് ചെയ്തപ്പോഴാണ് അവിടെ ഒരു ഹാമിൽട്ടോണിയൻ സൈക്കിൾ അവിടെ ഉണ്ടാവാൻ സാധ്യത. അങ്ങനെ ഞാൻ ഏത് ഹാമിൽട്ടോണിയൻ സൈക്കിൾ എടുക്കുകയാണെങ്കിലും അതിലെന്തായാലും ഈ എഡ്ജ് അതിലുണ്ടാവുമല്ലോ. കാരണം ഈ എഡ്ജ് ആഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഹാമിൽട്ടോണിയൻ സൈക്കിളിനെ കുറിച്ച് സംസാരിക്കുന്നത് തന്നെ. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ എഡ്ജിനെ അങ്ങ് ഒഴിവാക്കി കഴിഞ്ഞാലും അവിടെ ഒരു ഹാമിൽട്ടോണിയൻ പാത്ത് ഉണ്ടാവുമല്ലോ. ഹാമിൽട്ടോണിയൻ പാത്ത് എന്ന് പറയുമ്പോൾ എല്ലാ വേർട്ടെക്സിനെയും ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിൽ അവിടെ ഒരു പാത്ത് ഉണ്ടാവാം. ഓക്കെ, സൈക്കിളല്ല പാത്ത് ഉണ്ടാവാം. അപ്പോൾ ഈ ഒരു എഡ്ജ് ഒഴിവാക്കി കഴിഞ്ഞാലും എനിക്ക് അവിടെ ഒരു ഹാമിൽട്ടോണിയൻ പാത്ത് അവിടെ ഉണ്ടാവും. ഏതാണ് ആ പാത്ത്? v1 v2 എക്സെട്ര. ഞാൻ യുവിനെ v1 എന്നും വിനെ VV എന്നുമാണ് വിളിക്കുന്നത്. ഓക്കെ, യുവിനെ v1 എന്നും വിനെ VV എന്നാണ് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു ഹാമിൽട്ടോണിയൻ പാത്ത് ഉണ്ടാവും. എവിടുന്ന്? v1 മുതൽ VV വരെ ഒരു ഹാമിൽട്ടോണിയൻ പാത്ത് ഉണ്ടാവും അല്ലേ. ഒറിജിന് v1 അഥവാ യുവും ടെർമിനസ് VV അഥവാ V ആയിട്ടുള്ള ഒരു ഹാമിൽട്ടോണിയൻ പാത്ത് അവിടെ ഉണ്ടാവും. ഇനി ഞാൻ ഈ v1 കണക്ട് ചെയ്ത് കിടക്കുന്ന വേർട്ടീസസിൻ്റെ കണക്ഷൻ എടുക്കാം. ഈ v1 ആരൊക്കെ കണക്ട് ചെയ്ത് കിടക്കുന്നോ ഇപ്പോൾ ഇവിടെ v2 ഉണ്ട്, പിന്നെ vi+1 ഉണ്ട്. ഇതൊക്കെ ആരെ കൂടെ കിടക്കുന്ന? v1 കൂടെ കണക്ട് ചെയ്ത് കിടക്കുന്ന ആൾക്കാരാണ് അല്ലേ. ഇവരെ ഞാൻ എന്ത് വിളിക്കുകയാണ്? ഇവരെ ഞാൻ S എന്ന് വിളിക്കാം. ഓക്കെ, എസ് എന്ന് വിളിക്കാം. അതേപോലെ നമ്മുടെ ഈ ടേമിൻ്റെ കൂടെ കിടന്നിരിക്കുന്ന ഇപ്പം ഇവിടെ VV-1 ഉണ്ട്, ഇവിടെ VI ഉണ്ട്. ആ ടേമിനെ ഞാൻ എന്ത് വിളിക്കുകയാണ്? T എന്ന് വിളിക്കുകയാണ്. ഓക്കെ, അതിലുള്ള നമ്പർ ഓഫ് എലമെൻസിനെ ഞാൻ T എന്ന് വിളിക്കുന്നു.
ഇനി എന്താ ചെയ്യുന്നതെന്നറിയോ? ഇനി നോക്കിയേ, ഈ രണ്ട് കണ്ടീഷൻ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കാം. നമ്മുടെ എസ് യൂണിയൻ ടി ഞാൻ എടുക്കാം. എസ് യൂണിയൻ ടി എന്ന് പറയുമ്പോൾ ഇവരൊക്കെ വരും അല്ലേ, ഇവർ വരും, ഇങ്ങനത്തെ ടേംസുകളൊക്കെ വരും. അതിലെപ്പോഴെങ്കിലും നമ്മുടെ വി എന്ന് പറയുന്ന ഈ ടേം ഉണ്ടാവും? ഇല്ലല്ലോ. എസ് യൂണിയൻ ടി എന്ന് പറയുമ്പോൾ ഇതിലൊരിക്കലും വി ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു എഡ്ജ് അവിടെ ഉണ്ടാവില്ല എന്നാണ് അതിനർത്ഥം. ഇങ്ങനൊരു എഡ്ജ് അവിടെ ഉണ്ടാവില്ല. അങ്ങനെ ഒരു എഡ്ജ് നമ്മൾ ഉണ്ടാവും നമ്മൾ അസ്യൂം ചെയ്തിരുന്നു. എപ്പോൾ? അവിടെ ഒരു ഹാമിൽട്ടോണിയൻ സൈക്കിൾ ഉണ്ടാവുകയാണെങ്കിൽ അവിടെ അങ്ങനെ ഒരു എഡ്ജ് ഉണ്ടായിരുന്നു. നമ്മൾ ആ എഡ്ജിനെ അങ്ങ് ഒഴിവാക്കിയിട്ടുള്ള കാര്യത്തിനെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. അപ്പോൾ ഇവർ തമ്മിൽ ഒരിക്കലും എന്താവുന്നില്ല, ഇവർ തമ്മിൽ ഒരിക്കലും കണക്റ്റായി കിടക്കുന്നില്ല. ഓക്കെ, ഇനി വി എന്ന് പറയുന്നത് അപ്പോൾ എസ് യൂണിയൻ ടിയിലില്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായില്ലേ. ഇനി എസ് യൂണിയൻ ടിയിലുള്ള എലമെൻറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ വിനേക്കാളും ചെറുതായിരിക്കുമല്ലോ, ഉറപ്പല്ലേ? ഒബിയസ് ആയിട്ടുള്ള കാര്യമാണ്. ഈ എസ് യൂണിയൻ ടിയിൽ എത്ര മെമ്പേഴ്സും ആയിക്കോട്ടെ അത് നമ്മുടെ മുഴുവൻ വേർട്ടിസസിനേക്കാളും കുറവായിരിക്കും. അതേപോലെ എസ് ഇൻ്റർസെക്ഷൻ ടിയിൽ ആരും ഉണ്ടാവില്ല. എസ് ഇൻ്റർസെക്ഷൻ ടിയിൽ ആരെങ്കിലും ഉണ്ടാവുമോ? നിങ്ങൾ നോക്കിയേ, ഇല്ലല്ലോ. ഇനി എസ് ഇൻ്റർസെക്ഷൻ ടിയിൽ ആരെങ്കിലും ഉണ്ടെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. എന്താ സംഭവിക്കുന്നത് നോക്കാം. എസ് ഇൻ്റർസെക്ഷൻ ടിയിൽ വേറെ ആരെങ്കിലും ഉണ്ടെന്ന് വിചാരിക്കുക, ഒരു VI ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കുക എന്നറിയോ? അവിടെ ഒരു ഹാമിൽട്ടോണിയൻ സൈക്കിൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മളിത് ആദ്യം V1 V2 എക്സെട്ര VI വരെ വരും. ഇനി വേറൊരു വേർട്ടെക്സ് അവിടെ ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുക അറിയോ? ഇങ്ങനെ വരും. എന്നിട്ട് ഇതിങ്ങനെ വന്ന് ഇങ്ങനെ വരും. അപ്പോൾ എസ് ഇൻ്റർസെക്ഷൻ ടിയിൽ ഒരു വേർട്ടെക്സ് അവിടെ ഉണ്ടെങ്കിൽ ഇങ്ങനൊരു ഫോമുല അവിടെ ഒരു സൈക്കിൾ വരിക. ഇത് നമുക്ക് കോൺട്രഡിക്ഷൻ എന്നല്ലേ അല്ലേ? നമ്മളെടുത്തത് എന്താ? ഹാമിൽട്ടോണിയൻ സൈക്കിൾ അല്ല എന്നാണ് നമ്മളെടുത്തത്. അപ്പോൾ ഈ എസ് യൂണിയൻ ടിയിൽ ഒരിക്കലും എന്ത് ചെയ്യരുത്, കോമൺ ആയിട്ടുള്ള ഒരു വേർട്ടെക്സ് അവിടെ ഉണ്ടാവരുത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? അങ്ങനെ ഒരു വേർട്ടെക്സ് ഇല്ലയെന്ന് നമുക്ക് കിട്ടി അല്ലേ. അപ്പോൾ എസ് ഇൻ്റർസെക്ഷൻ ടി എന്ന് പറയുന്നത് 0 ആണ്. എസ്സിലും ടിയിലും കൂടി കോമൺ ആയിട്ടൊരു വേർട്ടെക്സ് ഇല്ല. എസ് യൂണിയൻ ടി എന്ന് പറയുന്നത് <V ആണ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്ന അറിയോ? ഈ ഡിഗ്രി ഓഫ് യുവും ഡിഗ്രി ഓഫ് വിയും കൺസിഡർ ചെയ്യാം. ഡിഗ്രി ഓഫ് യു എന്ന് പറയുന്നത് എസ് അല്ലേ. ഈ യുവിനോട് ചേർന്ന് കിടക്കുന്ന വേർട്ടെക്സുകളുടെ കളക്ഷനെയാണ് നമ്മൾ എസ് എന്ന് പറയാം അല്ലേ. അതല്ലേ ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ എണ്ണം എന്ന് പറയുന്നത് എന്താ? മോഡ് എസ് ആണ്. ഡിഗ്രി ഓഫ് വിൻ്റെ എണ്ണം എന്ന് പറയുന്നത് മോഡ് ടി ആണ്. അപ്പോൾ നമുക്കറിയാം മോഡ് എസ് പ്ലസ് മോഡ് ടി കാണുന്നതിന് പകരം നമുക്ക് എന്ത് കണ്ടാൽ മതി? മോഡ് എസ് യൂണിയൻ ടി പ്ലസ് മോഡ് എസ് ഇൻ്റർസെക്ഷൻ വി കണ്ടാൽ മതി അല്ലേ. ഇത് കണ്ടാൽ മതി. എന്താ മോഡ് എസ് യൂണിയൻ ടി എന്ന് പറയുന്നത്? എന്താണ് മോഡ് എസ് യൂണിയൻ ടി എന്ന് പറയുന്നത്? വി ആണ്. എന്താണ് മോഡ് എസ് ഇൻ്റർസെക്ഷൻ ടി എന്ന് പറയുന്നത്? 0 ആണ്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്ത് വന്നു? വി എന്ന് വന്നു. അപ്പോൾ രണ്ട് ടേംസിൻ്റെ ഡിഗ്രി നമ്മൾ ആഡ് ചെയ്തപ്പോൾ നമുക്ക് അതിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് <V എന്ന് കിട്ടി. പക്ഷേ നമ്മളെടുത്തിട്ടുള്ള എന്താ? നമ്മുടെ ഡിഗ്രി എന്ന് പറയുന്നത് അതിൽ ഏറ്റവും മിനിമം ഡിഗ്രി എന്ന് പറയുന്നത് എന്താ? V/2 ഈക്വലോ കൂടുതലോ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ രണ്ടെണ്ണത്തിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് എന്തായിരിക്കണം? രണ്ട് വേർട്ടെക്സുകളുടെ ഡിഗ്രി എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് എന്തായിരിക്കണം? V/2 + V/2 വിനേക്കാളും കൂടുതലായിരിക്കണം. പക്ഷേ നമുക്കിവിടെ എന്താ കിട്ടിയത്? <V എന്നാണ് കിട്ടിയത്. അപ്പോൾ അതൊരു കോൺട്രഡിക്ഷൻ ആയില്ലേ. ഈ ഒരു കോൺട്രഡിക്ഷൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു സിമ്പിൾ ഗ്രാഫ് അവിടെ ഉണ്ടെങ്കിൽ അവർ ഹാമിൽട്ടോണിയൻ ആയിരിക്കും എന്നാണ് പറയുന്നത്.